മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരകളായ സാദാത്യങ്ങളുടെ ഒക്കെ ഉപ്പയായി വരുന്നത് മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിൽ നിന്ന് സന്താന പരമ്പരയുള്ള ഏക മകൻ അത് മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ആണെന്ന്. കെർബലയിൽ നിന്ന് രക്ഷപ്പെട്ട മകനും കൂടിയായിരുന്നു മഹാനവറുകൾ. ഈ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനും സൂക്ഷ്മയാലും തെക്കുവയും വലിയ ഗാംഭീര്യം ഹൈബത്തുകളുമെല്ലാമുള്ള മഹാനായിരുന്നു. ഒരിക്കൽ രാജകുടുംബത്തിലെ ഹിഷാം ബിൻ അബ്ദുൽ മലിക് ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി കഅബയുടെ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ തിരക്കുകൊണ്ട് അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. ആ സമയം പെട്ടെന്ന് മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വരുന്നു. ആ തിരക്കിനിടയിൽ കടന്നു വരുന്ന മഹാനവറുകളെ കണ്ടപ്പോൾ ജനങ്ങളെല്ലാം മാറി നിന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഹിഷാം എന്ന് പറയുന്ന ഇദ്ദേഹത്തോട്, അല്ല, നിങ്ങൾ ഭരണതലത്തിലുള്ള ആളുകളായിട്ട് പോലും ഈ ഒരു കാഴ്ച അഥവാ മറ്റൊരാൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യത്തിന് പേരിൽ ജനങ്ങളെല്ലാം വഴി വിട്ടുകൊടുത്തല്ലോ, അദ്ദേഹം ആരാണ് ചോദിച്ചപ്പോൾ എനിക്കറിയാൻ മേല എന്നാണ് ഹിഷാം ബിൻ അബ്ദുൽ മലിക് മറുപടി പറഞ്ഞത്. ആ സമയം ഫറസ്ദഖ് അവിടെ വെച്ചൊരു പാട്ട് പാടി, ഹാദല്ലദീ താരിഫുൽ ബത്ഹാ വത്അതഹു വൽ ബൈത്തു യാരിഫുഹു വൽ ഹില്ലു വൽ ഹറമു ഹാദബിനു ഖൈരി ഇബാദില്ലാഹി കുല്ലിഹിമി ഹാദത്തഖിയ്യുൻ നഖിയ്യുൽ അലമു. ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് വലിയ ആദരവോടുകൂടെ ഫറസ്ദഖ് പാടുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ഇവിടെയുള്ള ഈ ഹറം, കഅബ എല്ലാവർക്കും പരിചയമുണ്ട് ഈ മഹാനുഭാവനെ. ഈ ലോകത്തിൻ്റെ ഏറ്റവും ഉത്തമ സൃഷ്ടിയായ നേതാവ് സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രനാണ്. മാത്രമല്ല തഖിയും നഖിയും വലിയ സ്ഥാനത്ത് വിരാജിക്കുന്ന വലിയ ആലിമും എല്ലാം ഒത്തിണങ്ങിയ ഒരു മഹാനാണ് എന്ന് തുടങ്ങിയിട്ടുള്ള വരികൾ കുറച്ചുണ്ട്. ആ മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവിടെ വെച്ച് പാടിയെന്നാണ്. അത്രയും എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്ന, ഈമാന് കൊണ്ട് മുഖം മുനവ്വറായ പ്രകാശിതമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ എന്നുള്ള ആ ഒരു വലിയ ബഹുമാനം ശരിക്കും പ്രകടമാകുന്ന, സാദാത്യങ്ങളുടെ പിതാമഹൻ എന്നുള്ള നിലക്ക് അറിയപ്പെടുന്ന ഒരു നല്ല സുവർണ താരമായിരുന്നു മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ കേൾക്കാം.